നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാന്യരെ, അതിസങ്കീർണമായ ചില വിഷയങ്ങളാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അതിൻ്റെ പുറകിൽ എൻ്റെ ബുദ്ധിയോ ഞാനോ അല്ല, ശബ്ദം മാത്രം എൻ്റെ ഗ്രൂപ്പ് സംഘടിപ്പിച്ചെന്ന റിസൾട്ടാണ്. അതിന് മുൻപായിട്ട് ഒന്നിട്ട് ചെറിയ കാര്യം പറഞ്ഞിട്ട് വിഷയത്തിൽ കിടക്കാം. മറ്റൊന്നുമില്ല, തൃപ്പൂണിത്തുറ ഇലക്ഷൻ കേസ്, ഈ ഇലക്ഷൻ തീരാൻ ഇനി 6 മാസമുള്ളൂ, തീരുമാനമായിട്ടില്ല. സ്വയമേവ എതിർകക്ഷി പിൻവലിച്ചു. അതിൽ ഇതൊക്കെ എന്താ മനസ്സിലാക്കുക? കോടതിയുടെ, അതായത് ഇന്ത്യയെ സംബന്ധിച്ച് നിയമം പറയുന്നത് വൈകി ഉദിക്കുന്ന ബുദ്ധി മണ്ടത്തിന് തുല്യമാണ്. അത് വൈകി ലഭിക്കുന്ന നീതിയുടെ തുല്യമാണ്. നമുക്ക് നീതി ലഭിക്കാൻ ഡിലേ വരുന്നു. ആ ഡിലേ കഴിഞ്ഞ് കിട്ടുന്ന നീതിയുടെ തുല്യം തന്നെയാണ്. കാരണം ഒരു ഇലക്ഷൻ കേസ് കൊടുത്ത ഒരു 5-6 മാസം തീരുമാനം രജിസ്റ്റർ പറഞ്ഞു. ഇതൊന്നുമില്ല. ഒരു ടൈം കഴിഞ്ഞാൽ അടുത്ത ടൈം കഴിഞ്ഞാൽ തീർന്നില്ല. പണ്ട് മൂവാറ്റൂർ കേസ്, ഇസ്മായിലിൻ്റെ കേസൊക്കെ ഉണ്ടല്ലോ, PC തോമസ് കേട്ട്. അപ്പോൾ അതൊക്കെ കോടതി ഒന്ന് ശ്രദ്ധിക്കേണ്ടി വരും, അല്ലെങ്കിൽ അതിനെതിരെ പ്രതികരിക്കേണ്ടി വരും. മറ്റൊന്ന് ഞാൻ പറഞ്ഞു തന്നെ തൃപ്പൂണിത്തുറ കേസിനെ കുറിച്ചാണ്. അപ്പോൾ അതിൽ കാണുന്ന 2 കാര്യമാണ്. സാധാരണ കോൺഗ്രസ്സുകാരെ, കമ്മ്യൂണിസ്റ്റുകാരെ, നിങ്ങൾ ആടെന്ത് അങ്ങാടി അറിയുന്ന പോലെ നിങ്ങൾ എന്തെങ്കിലും അറിയുന്നുണ്ടോ ഇന്ത്യയിൽ നടക്കുന്നുണ്ടോ? ബാബു പക്ക അനുഭാവി സംഖ്യയുടെ വോട്ട് കിട്ടി അവിടെ ജയിച്ചത്. ഇപ്പോൾ 2 കാര്യം മനസ്സിലാക്കും. ഒന്ന്, ബാബുവിന് തന്നെ അവിടെ മത്സരിക്കാൻ ആഗ്രഹമുണ്ട്. അങ്ങനെയാണെങ്കിൽ കേസ് പിൻവലിച്ച് സ്വതന്ത്രമായിരിക്കും, അല്ലെങ്കിൽ ആ കേസ് പറഞ്ഞ് സീറ്റ് കൊടുക്കില്ല. ഒരു സിനിമാ നടനൊക്കെ പ്ലാൻ ചെയ്തിട്ടെങ്കിലും മരിക്കോളം നിൽക്കുന്നത് ആഗ്രഹം. മറ്റൊന്ന്, സംഘപരിവാറും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ ബന്ധത്തിൽ ബാബുവിൻ്റെ കേസ് പിൻവലിക്കാൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞാൽ പിന്നെ അവിടെ എതിർ സ്ഥാനാർത്ഥിക്ക് ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെ 2-3 കാര്യങ്ങളുണ്ട്. അതിൽ മറ്റൊരു കൊച്ചിയൊരു സ്ഥാനാർത്ഥി 30 വർഷമായിട്ട് മെമ്പറാണ്. ഇത്തവണ സീറ്റ് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ഒരു സ്വന്തമായിട്ട് മത്സരിക്കുന്നു. ഇവരെയൊക്കെ വാസ്തവം എന്താ ചെയ്യുക? റോഡ് കൊച്ചിയിൽ ചാണം തെളിക്കണ്ടേ? ഞാൻ പേരും പറഞ്ഞില്ല, പാർട്ടി പേരും പറഞ്ഞില്ല, സ്ഥലം കൊച്ചി മാത്രമേ ഉള്ളൂ. അതുപോലെ നമ്മുടെ MP-മാർ MLA-മാർ 10 ടൈം 50 വർഷം. ഒരു മനുഷ്യായുസ് എന്നാണ് 60 വർഷമാണ്. അത് കഴിഞ്ഞപ്പോൾ ചത്ത തുല്യമാണ്. അപ്പോൾ 50 വർഷം ഇരിക്കുന്നത് എന്താ ചെയ്യുക? ഇപ്പോൾ വേറൊരു അപകടമരത്തിൽ മുന്നണിയിൽ നിന്ന് സീറ്റ് ഇല്ല, ഉടനെ എതിർ മുന്നിലേക്ക് പോവുക. ആ എതിർ മുന്നിൽ ചെല്ലുമ്പോൾ ആ കള്ളന്മാർ ഉടനെ സീറ്റ് കൊടുക്കുക. കൊച്ചിയിലൊരു മെമ്പർ കോൺഗ്രസ് ആയിരുന്നു, മാറി ഇപ്പോൾ LDF സ്ഥാനാർത്ഥി പറഞ്ഞിട്ടുണ്ട്. അത് 4-5 പ്രാവശ്യമായി. ഇപ്പോൾ എന്താണ് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത് മാത്രമല്ല, വെറും സ്പീഡ് 7-ാം കൂലിയൊക്കെ തീർക്കല്ലേ, യാതൊരു മാന്യതയില്ലാതെ. അതൊക്കെയാണ് വശങ്ങൾ. അപ്പോൾ ഇത് നമ്മൾ വിഷയത്തിലേക്ക് കടക്കുമ്പോഴേ നമുക്ക് പറയാനുള്ളത്, കോൺഗ്രസിനെ കൊണ്ട് ഇപ്പോൾ കോൺഗ്രസ് വേണ്ടി തുണി അഴിച്ചു കൊടുക്കുന്ന, ആഘോഷിക്കുന്ന ആൾക്കാരെ കൂടെ പറയാണ്. ഞാൻ ആദ്യം പറഞ്ഞ ഭാഷ വീണ്ടും പറയാണ്. കോൺഗ്രസ് പ്രവർത്തകരെ, കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരെ, ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ, നിങ്ങൾ എന്തറിയുന്നു? അങ്ങാടി അനുഭവം അറിയുന്നു പറയും പോലെയാണ് കോൺഗ്രസ്. നിങ്ങൾ എന്താണ്, ഈ രാഹുൽ ഗാന്ധി എല്ലാം നിർത്തി കുടുംബത്തെ മാറ്റി പൊതുജനങ്ങളെ ഏൽപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ച നല്ല മനുഷ്യൻ. ആ രാഹുൽ ഗാന്ധിയുടെ അച്ഛൻ രാജീവ് ഗാന്ധിയുടെ അച്ഛൻ ഫിറോസ് ഗാന്ധിയുടെ, അല്ലെങ്കിൽ സോണിയാഗാന്ധിയുടെ അമ്മ ഇന്ദിരാഗാന്ധിയുടെ അച്ഛൻ നെഹ്റുവിൻ്റെ അച്ഛൻ മോത്തിലാൽ. ഈ ഫാമിലി എടുത്തു കഴിഞ്ഞാൽ എന്താണ് കുഴപ്പം? വ്യക്തിപരമായിട്ട് വലിയ അഴിമതിക്കാരൊന്നുമല്ല, കുഴപ്പക്കാരൊന്നുമില്ല. പക്ഷേ കുടുംബാധിപത്യത്തെ കുറിച്ച് പറയുമ്പോൾ അതൊരു എതിരഭിപ്രായമുണ്ട്. ഇവിടെ വിഷയം അതല്ല. ഇവിടെ കത്തോലിക്ക രീതിയിൽ വരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ല, ഇന്ത്യൻ നാഷണൽ കത്തോലിക്ക കോൺഗ്രസ് ആണ് ഇപ്പോൾ. അത് വരാൻ വധേര ചാർജ് എടുക്കാൻ പോകണം ഇപ്പോൾ പരസ്യമായിട്ട്. ഇതിന് മുൻപ് കഴിഞ്ഞ ഇലക്ഷൻ വധേര പുറകിൽ നിന്നാണ് കളിച്ചത്, പിന്നാമ്പുറയത്. ഇപ്പോൾ മുന്നാമ്പുറാകമാണ്. രാഹുൽ ഗാന്ധി ഒരുപക്ഷെ മാറ്റി നിർത്തിയിട്ട് വധേര ഏൽക്കാൻ സാധ്യതയൊക്കെ റിപ്പോർട്ട് വരുന്നുണ്ട്. അവിടെ മനസ്സിലാക്കേണ്ട കാര്യം, അങ്ങനെ രാഹുൽ ഗാന്ധി ഫാമിലി മാറി നിർത്തിയ സമയത്ത് 5000 കറണ്ട് കാശ് കിട്ടാൻ പോലും ACC പണമില്ലായിരിക്കെ 5000 കോടി രൂപ മുടക്കി ഈ കോച്ച് സംസ്കാരം. അതൊരു പിന്നെ എന്താണ്, കോർപ്പറേറ്റ് സംസ്കാരമാണ്, അല്ലാതെ പാർട്ടി സംസ്കാരമില്ല. ആദ്യമായിട്ടത് ആരും ചെയ്തിട്ടില്ല. ആര് മുടക്കി 5000?
വധേരയുടെ പേരിൽ 80,000 പേര് നിറച്ചുള്ള കേസ് എടുക്കാണ്. ആ കേസിനെ ബ്ലാക്ക് ചെയ്തുകൊണ്ട് ഭരിക്കുന്ന കക്ഷി വധേരെ ചൂഷണം ചെയ്യാണ്. അല്ലെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം, രാഹുൽ ഗാന്ധി, പിന്നെ സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി, ഇപ്പോൾ വധേര, പിന്നെ KC വേണുഗോപാൽ, ഈ അഞ്ച് പഞ്ചഭുജങ്ങളൊക്കെ ആണല്ലോ ഇപ്പം നടക്കുന്നത്. വേറെ ആരും ഇപ്പോൾ കോൺഗ്രസ് ഇല്ലല്ലോ. ഡൽഹിയിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. എന്നെ ഉപദ്രവിച്ചിട്ടോ എന്നെ കൊന്നിട്ടോ കാര്യമില്ല, എൻ്റെ ശബ്ദം മാത്രമേ ഉള്ളൂ, എൻ്റെ ഗ്രൂപ്പ് പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ സ്വീകരിക്കാതിരിക്കാം. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും പരസ്പരം മത്സരിച്ചാൽ അവിടെ BJPക്കാണ് ജയം എന്നുള്ളത് ഏത് കുഞ്ഞറിയാൻ പാടുള്ളത്. ഏത് പൊക്ക രാഷ്ട്രീയക്കാരല്ല, സാധാരണ ഒരു രാഷ്ട്രീയ പ്രവർത്തനം പോലും അറിയാം. എന്നിട്ട് യോജിപ്പിച്ചു, മത്സരിപ്പിച്ചോ? എത്ര കോടി വാങ്ങിയിടോ ഡൽഹി ഇലക്ഷനിൽ BJPക്ക് ഭരണം കിട്ടാൻ വേണ്ടി? കണക്കുന്ന മുതലൊരു. അതുപോലെ UPയിലും ബീഹാറിലും രണ്ടാണ് മുസ്ലിം കുറച്ച് കൂടുതൽ കോൺഗ്രസ് ശക്തമാണ്. ആ കോൺഗ്രസ് തകർക്കാൻ വേണ്ടി സംഘ് പരിവാർ അല്ലെങ്കിൽ സവർണ ഫാസിസ്റ്റുകൾ നടത്തിയ വർഗീയ ലഹളയിൽ എന്തുണ്ടായി? ആ 2-3 പ്രധാന വർഗീയ ലഹള കഴിഞ്ഞപ്പോൾ കോൺഗ്രസിൽ നിന്ന് മുസ്ലിങ്ങൾ മാറി അവിടെ മുലായത്തിൻ്റെ കൂടെയും കാൻഷാവിൻ്റെ കൂടെയും ഇവിടെ ലാലുവിൻ്റെ കൂടെയും നിതീഷ് കൂടെ പോയത്. അപ്പോൾ കോൺഗ്രസ് തകർക്കുക എന്നുള്ളത് സവർണ ഫാസിസ്റ്റിൻ്റെ ലക്ഷ്യമാണ്. അത് കളി കളിച്ചാണ്. ഈ വധേരയാണ് ഇനി കളിക്കാൻ പോകുന്നതെങ്കിൽ, ഇത്രയും കാലം പറഞ്ഞത് കത്തോലിക്കെന്ന് പ്രത്യേകം പറയാറില്ല രാഹുൽ ഗാന്ധി, കത്തോലിക്ക് പറയാനില്ല. പക്ഷെ ഇത് വധേര, റോബർട്ട് വധേര, പേര് തന്നെ റോബർട്ട് വധേര എന്നാണ്. എന്നിട്ട് സോണിയാഗാന്ധിയുടെ പേരോടല്ല കത്തോലിക്ക്. ഇത് ഇന്ത്യൻ സംസ്കാരം എന്താണ്? 80% ഹിന്ദുക്കളുള്ള രാജ്യമാണ് ഇന്ത്യ. 20% പിന്നെ ന്യൂനപക്ഷ, 10-20% ന്യൂനപക്ഷങ്ങൾ ചേർത്ത് വയ്ക്കും. ബാക്കി എപ്പോഴും 75% ഹിന്ദുക്കളുടെ രാജ്യമാണ്. ആ ഹിന്ദു കൾച്ചർ, ഹിന്ദു സ്റ്റൈല് ഈ സോണിയാഗാന്ധി എത്ര വർഷം ഇന്ത്യയിൽ വന്നിട്ട്, എത്ര വർഷം അധികാരം, ഇപ്പോഴും ആ സോണിയ എന്ന പേര് മാറ്റിയോ? തന്നെയുമല്ല, അവരെ മകളെ കല്യാണം കഴിച്ചിരിക്കാറാണ്. ഈ റോബർട്ട് വധേര എങ്ങനെ കല്യാണം കഴിച്ചു? ഇത് മരിച്ച് മുൻ പ്രസിഡന്റ് നമ്മുടെ പ്രധാനമന്ത്രി ഉണ്ടല്ലോ, ആന്ധ്രക്കാരൻ നരസിംഹറാവുവിന്റെ പെങ്ങളുടെ മകൻ ഈ വധേരയുടെ ഈ പ്രിയങ്ക കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചാണ്. 15,000 ഏക്കർ എസ്റ്റേറ്റുകളാണ്, നല്ല സമ്പന്നാണ്, ബ്രാഹ്മിൻസാണ്. കൊടുത്തില്ല. ഈ ചെറുക്കൻ ഞായറാഴ്ച പള്ളിയിൽ വന്ന് വട്ടം നടന്ന് എങ്ങനെയോ സൗന്ദര്യം കൊണ്ട്, വിദ്യാഭ്യാസം കൊണ്ട്, സമ്പത്ത് കൊണ്ട്, പ്രതാപം കൊണ്ട് ഒന്നും പ്രിയങ്കക്ക് ഷൂട്ടല്ല. ശാരീരികമായിട്ട് പോലും പൊക്കം കൊണ്ട് പോലും ഇല്ല. എന്നിട്ട് എങ്ങനെ റോബർട്ട് വധേര പ്രിയങ്ക കല്യാണം കഴിച്ചു, അല്ലെങ്കിൽ കല്യാണം കഴിപ്പിച്ചു? അതിൻ്റെ പുറകിലേക്ക് കളിയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാത്തത്. എന്നാൽ ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു. അതാണ് കോൺഗ്രസ്സുകാരെ നിങ്ങൾക്കറിയാം, എന്തറിയാം? പാവം നിങ്ങൾ കൈപ്പത്തി വോട്ട് ചെയ്യാനല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കേരളത്തിലെ അവസ്ഥ, മറ്റേ അവസ്ഥ, വോട്ട് ചെയ്യാന്നല്ലാതെ നിങ്ങൾക്ക് വല്ലതുമുണ്ടോ? അതേ സ്ഥാനത്ത് ഇപ്പോൾ ഇത്രയും സംഭവം ഉണ്ടായിട്ട് ഞാൻ പറഞ്ഞത് SIR അതുപോലെ പ്രശ്നങ്ങളൊക്കെ രാഹുൽ ഗാന്ധിയുടെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ കീഴിൽ ഒതുങ്ങുന്നല്ല. അത് വെളിയിലാണ്. അവർക്ക് പറയാൻ പറ്റുള്ളൂ, തീരുമാനം എടുക്കാൻ പറ്റില്ല. പക്ഷെ തീരുമാനം എടുക്കാവുന്നൊരു കാര്യമുണ്ടല്ലോ. ഇന്നത്തെ കാര്യം, ഇന്ന് ബീഹാറിൽ ഞാൻ പറയുന്നത് നമുക്ക് തുല്യ നീതി കൂടെ. അതായത് ഇന്ന് ബീഹാറിൽ ഈ നശിച്ച പാർട്ടിയുടെ ആൾക്കാർ കൂടി ഒരു ജാഥ വെച്ചു, കുറെ പേരുണ്ടായത് പറഞ്ഞ ഇടോ 20% ബീഹാറിൽ മുസ്ലിങ്ങൾ. അത് എൻ ബ്ലോക്ക് 100% നിങ്ങൾക്ക് ചെയ്യാൻ തയ്യാറില്ലായിരുന്നോ? ഇന്ത്യയിൽ മൊത്തത്തിൽ 20% ഉണ്ട്, 30 കോടിയിലിടൂ. 30 കോടി ഉള്ളതിൽ 99%, 100% നിങ്ങൾക്ക് വോട്ട് ചെയ്തു. ഈ രാഹുൽ ഗാന്ധി അയക്കുന്ന കത്തോലിക്ക കോൺഗ്രസും അതിൽ കൊടുത്തത്. നിങ്ങൾ അവർ പേര് ഉച്ചരിക്കാൻ തയ്യാറുണ്ടോ? അവർക്കൂടെ എന്തോ ഒരു ശബ്ദമൊക്കെ ഉണ്ടോ? എത്ര പേര് പകൽ പശുവിന് പേര് കൊല്ലുന്നുണ്ട്? ഈ രാഹുലും പ്രിയങ്ക അനങ്ങുന്നുണ്ടോ, മിണ്ടുന്നുണ്ടോ? കോൺഗ്രസ്സുകാർ മിണ്ടുന്നുണ്ടോ? ഇനി ബീഹാറിലേക്ക് എടുക്കാം. ഇത് ജനങ്ങളുടെ നീറുന്ന അല്ലെങ്കിൽ അവരുടെ വികാരമാണ് ഞങ്ങൾ പറയുന്നത്. ഞാൻ എൻ്റെ ശബ്ദത്തിൽ വായിൽ കൂടി പറയുന്നുള്ളൂ. അത് അവരുടെ വികാരമാണ്. കോടിക്കണക്കിന് ജനങ്ങൾ വികാരമാണ്. ഇത്രയും സങ്കീർണമായ 100% മുസ്ലിങ്ങൾ വോട്ട് കോൺഗ്രസ് നയിക്കുന്ന മുന്നണിക്ക് കൊടുത്തിട്ട് നിങ്ങൾ ജാഥ അയച്ച് പ്രധാന നേതാക്കണ്ടായല്ലോ, ഒരാളിലേക്ക് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ? എടോ രാഹുലേ, കത്തോലിക്കുന്നത് വെറുതെ അല്ല. എടോ രാഹുൽ ഗാന്ധി, അതുപോലെ ലാലുവിൻ്റെ മോനെ,
ഞാൻ ഇന്നലെ പറഞ്ഞു ലാലുവിൻ്റെ പോലെ പിളർന്നിപ്പോ 5 പെൺമക്കളും മറ്റേ മൂത്ത മകനും BJPയിലേക്ക് പോയി. ഒരു പക്ഷെ മന്ത്രിയായി കൊടുത്തില്ല. ഞാൻ ചോദിക്കട്ടെ, ഇന്നലെ ഞാൻ പറഞ്ഞു ലാലുവിൻ്റെ മകൻ എന്താണ് പ്രത്യേക യോഗ്യത? ഒരു സാധാരണ രാഷ്ട്രീയക്കാർക്ക് ഇത്രയും സങ്കീർണമായ ഒരു സമയത്ത് ഈ പാർട്ടിയെ, പ്രതിപക്ഷ പാർട്ടിയെ നയിക്കാൻ ലാലുവിൻ്റെ മോന് എന്ത് കഴിവ്? ലാലുവിൻ്റെ മകൻ ഇന്ന് മാത്രമേ ഉള്ളൂ. വേറെ എന്തെങ്കിലും എക്സ്ട്രാ കഴിവുണ്ടോ? വലിയ വിദ്യാഭ്യാസം ഉണ്ടോ? വലിയ സൗന്ദര്യമുണ്ടോ? പാരമ്പര്യമുണ്ടോ? ഒരു ശാസ്ത്രജ്ഞനാണോ? ഒരു ഫിലോസഫിസ്റ്റാണോ? ഒരു മനഃശാസ്ത്രജ്ഞനാണോ? ഒന്നുമല്ല. ഉമ്മൻചാണ്ടിൻ്റെ മകൻ ചാണ്ടി ഉമ്മനെ പോലെ ഒരു ഉമ്മൻചാണ്ടിൻ്റെ മകൻ എന്ന് പറഞ്ഞാൽ അതിൽ എന്ത് കഴിവുണ്ട്? നമ്മുടെ ഇപ്പം നിങ്ങൾക്ക് ലാലുവിൻ്റെ, എനിക്ക് വളരെ വ്യക്തമായിട്ടും അറിയാം ബീഹാർ രാഷ്ട്രീയത്തെക്കുറിച്ച്. ഞാൻ വർഷക്കാലത്തുണ്ടായതാണ്. പക്ഷേ ഇവിടുത്തെ പലർക്കും ബീഹാർ രാഷ്ട്രീയമല്ല. ഞാൻ അറിയുന്ന ഭാഷ പറഞ്ഞുതരാം. നമ്മുടെ ഉമ്മൻചാണ്ടിൻ്റെ മകൻ ചാണ്ടി ഉമ്മൻ ഉമ്മൻചാണ്ടിൻ്റെ മകൾക്ക് എന്ത് രാഷ്ട്രീയ പാരമ്പര്യം, എന്ത് രാഷ്ട്രീയ കഴിവുള്ള, എത്ര പ്രാവശ്യം ജയിലിൽ കിടന്നുണ്ട്, എത്ര പ്രാവശ്യം പാർട്ടികൾ പോസ്റ്റുണ്ട്. അച്ഛൻ്റെ തണലിൽ വന്നപ്പോൾ അവസാനം ജയിച്ചു. ഇത്തവണ ജയിക്കാൻ സാധ്യമില്ല. അതുപോലെ എന്ത് പറയുന്നുണ്ട്? അത് രാഹുൽ ഗാന്ധിക്ക് വേണമെങ്കിൽ പറയാം, മോത്തിലാൽ നെഹ്റുവിലും കൂടി പറഞ്ഞാൽ പാരമ്പര്യം ഉണ്ടെന്ന് പറയാം. രാഷ്ട്രീയ വഴക്കം ഇല്ലെങ്കിൽ പാരമ്പര്യമുണ്ട്. ഒരു വ്യക്തി വികാസം 2 കാര്യമാണ് ആധുനിക മനഃശാസ്ത്രം. ഒന്ന് ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെൻറ്റ്. ഈ എൻവയോൺമെൻറ്റ് എന്ന സാഹചര്യമാണ്, അത് നമുക്ക് മാറ്റിയെടുക്കാം. ഹെറിഡിറ്റി പാരമ്പര്യം മാറ്റിയെടുക്കാൻ പറ്റില്ല. ലാലുവിൻ്റെ മകൻ എന്താണ് പാരമ്പര്യം? ഇത് പിന്നോക്കം എന്നത് നമുക്ക് സമ്മതിക്കാം. ഇതിൽ 8% താഴെയാണ് ലാലുവിൻ്റെ യാദവുള്ളൂ. ബീഹാറിൽ 20% മുസ്ലിങ്ങളുണ്ട്. ഇതിന് നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പം വേണ്ട ഒരാളെങ്കിലും 3ാമത് 4ാമത് നിർത്താൻ പറ്റുമോ? ചിന്തിച്ചിടോ നിങ്ങളത്? ചിന്തിച്ചില്ലെന്ന് മാത്രമല്ല, 20% വരുന്ന ആരും ഒന്ന് നമ്മുടെ ആന്ധ്രാപ്രദേശുകാരൻ വന്നപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരാൻ എന്താ കാര്യം? നിങ്ങൾക്ക് എന്ത് നിങ്ങൾ ജയിക്കൽ ഉറപ്പുണ്ട് വരുന്നില്ല. അങ്ങനെ ഞങ്ങൾ പറഞ്ഞില്ല. 10% പോലും ഇല്ല കേരളത്തിൽ ദളിതുകൾ. ബഹുജൻ സമാജ് പാർട്ടി വർഷങ്ങൾ, ആ പാർട്ടിയിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഞാൻ 10-15 വർഷം പ്രവർത്തിച്ചിട്ടുണ്ട്. ആ കേരളത്തിൽ കാര്യമായിട്ടൊന്നും ആരുമില്ല, മറ്റു പോലുമില്ല. എന്നിട്ട് 10-20 വർഷമായിട്ട് മത്സരിക്കുന്നുണ്ട്. ജയിക്കണ പറയുക ഒരു കുറ്റം ആരും പറഞ്ഞില്ല. ശിവസേനയെ കോൺഗ്രസിന്റെ കൂടി ഭരണത്തിൽ കൂടി, അടിയന്തരാവസ്ഥയിൽ RSSന്റെ കൂട്ടുകൂടി. അവർക്കൊന്നും ഒരു വിഷയമില്ല. ഒരു ന്യൂനപക്ഷക്കാരെ പറ്റി ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു നേതാവ് വന്നു കഴിഞ്ഞാൽ അവർക്കുള്ള പോരായ്മയുള്ളൂ. അത് വേണ്ട. തുല്യനീതി ലഭിക്കണം. ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ഹിന്ദു സമുദായങ്ങളും തുല്യനീതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരും അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നവരാണ്. വളരെ കുറച്ചുപേരും മാത്രമാണ് ഈ സംഘടിതാവുള്ളൂ. അവരെ കണ്ടുകൊണ്ട് കത്തോലിക്ക കോൺഗ്രസ് അങ്ങനെ മാറ്റി നിർത്തരുത്. പല പ്രാവശ്യം കത്തോലിക്ക കോൺഗ്രസ് പറയും, നിങ്ങൾ മുസ്ലിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് 2% ഇന്ത്യയിൽ കത്തോലിക്ക്. ഇന്ന് കണ്ടില്ലേ ഹരിയാനയിൽ ബൈബിളെ കൂട്ടിയിട്ട് കത്തിച്ച് ക്രിസ്ത്യാനികളൊക്കെ തല്ലി ഓടിച്ച് രാജ്യത്തൊഴിലാതെ പറഞ്ഞത്. ഇവിടെ ഇപ്പോഴും ക്രിസ്ത്യൻസ് വേണ്ടി BJP വാദിക്കുകയാണ്. അത് വാദിക്കട്ടെ. അങ്ങനെ പല സ്ഥലത്തും അതൊക്കെ ചെയ്യട്ടെ. 2% ഉള്ളൂ. അതിൽ കത്തോലിക്ക എത്രയുണ്ട്? 0.4%. 2% 8.8. 1% പോലും ഇല്ല. അവർക്ക് 90% പദവികൾ കൊടുത്തു വെച്ചു കോൺഗ്രസ്സിൽ അന്ന്. ഇപ്പോഴല്ല. അതേ സ്ഥാനത്ത് തുല്യനീതി വേണ്ടടോ. കേരളത്തിൽ പോലും ഒരു ദളിതനെ നിങ്ങൾ സുരേഷ് അല്ല, മറ്റേ പുള്ളിക്കാരനെ നിങ്ങൾ ഏതെല്ലാം സ്ഥാനം കൊടുത്ത്, പ്രധാനമന്ത്രി ഒഴിച്ച് KPC പ്രസിഡന്റ് ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥാനവും കൊടുക്കുന്നു സുരേഷ്. എന്താണ് യോഗ്യത? അയാൾ കൺവെർട്ട് ക്രിസ്ത്യനല്ലേ? അയാൾ ദളിതാണോ? ദളിതിന്റെ പേര് ചൂഷണം ചെയ്യല്ലേ? അത് കോടതിയിൽ കേസ് എടുക്കല്ലേ? പക്ഷെ 40% വന്ന ഈ സമുദായത്തിലേ, ഞാൻ മുസ്ലിം കൂടി വാദിക്കുന്ന നല്ല ഒരു കാര്യം വാദിക്കുകയില്ല. പക്ഷെ തുല്യനീതിക്ക് കൂടി വാദിക്കും. തുല്യനീതി എൻ്റെ രക്തത്തിൽ കലർന്നതാണ്. 90% വന്ന പിന്നോക്കത്തിൽ ന്യൂനപക്ഷങ്ങൾ, 10% മുന്നോക്ക സമുദായത്തിൽ യാതൊരു ഇഷ്ടക്കുകളും മാത്രമല്ല അവരെ കൊണ്ടും സമരവും ചെയ്യിക്കാനും അവരെ എല്ലാ അവകാശങ്ങളും അവർ വീട്ടിലെത്തി കൊടുക്കാൻ പറ്റുന്നത്. പക്ഷേ എങ്കിൽ ഞങ്ങളിപ്പോൾ സപ്പോർട്ട് വലിയ ആവശ്യം അവർക്കില്ല. അവർക്ക് ഒന്നിനും പോരായില്ല. പിന്നെ പോരായികളിൽ 90% അവർക്ക് വേണ്ടി നമ്മൾ വാദിക്കുന്നത്. അതിൽ മുസ്ലിങ്ങളും പെടും. അവിടെയാണ് വ്യത്യാസം. The master taught Latin to John ഉണ്ട്. The master taught John to Latin ഉണ്ട്. ലാറ്റിൻ ഭാഷ ജോണിനെ പഠിപ്പിക്കലുണ്ട്, ജോണിനെ ലാറ്റിൻ ഭാഷ പഠിപ്പിക്കലുണ്ട്. 2 വ്യത്യാസമുണ്ട്. ജോണിനെ ലാറ്റിൻ ഭാഷ പഠിപ്പിച്ചാൽ അവിടെ ലാറ്റിൻ ഭാഷകളുടെ പ്രാധാന്യം ജോണിനാണ്. പക്ഷെ ലാറ്റിൻ ഭാഷ ജോണിനെ പഠിപ്പിച്ചാൽ ലാറ്റിൻ ഭാഷകൾ പ്രാധാന്യം ജോണിനല്ല. അപ്പോൾ ജോണിൻ്റെ കപ്പാസിറ്റി നോക്കുന്നതല്ല. അത് ശരിയല്ല. ജോണിൻ്റെ കപ്പാസിറ്റി നോക്കിയിട്ട് വേണം ഭാഷ പഠിപ്പിക്കാൻ.
അതുപോലെ നമ്മൾ ഈ 90% വേണ്ടി വാദിക്കുമ്പോൾ ചില കുദ്ധ വിഡ്ഢികളുണ്ട്, സമുദായത്തിന് വേണ്ടി ഒന്നും ബാധിക്കില്ല, ഞാൻ നോട്ടപ്പുള്ളിയാവും. അത് വേണ്ട. ഞങ്ങൾ സ്വത്തം 90% വാദിച്ചാൽ അത് സമുദായം അതിൽ പെടുത്തും. അവിടെയാണ് സാമൂഹ്യ നീതിയിടും. അല്ല, സമുദായത്തിൽ മാറ്റി നിർത്തി നല്ല പുള്ളിയായിട്ട് കാര്യമില്ല. ഒരു ദളിത് മജിസ്ട്രേറ്റ് വന്നപ്പോൾ, ദളിത് ഒരു സ്ത്രീ കേസിൽ പ്രതിയായിട്ട് വാദിയായിട്ട് വന്നപ്പോൾ വിധിച്ചപ്പോൾ അവർക്ക് അനുകൂലമായിട്ട് വിധിച്ചില്ല. എന്നിട്ട് അപ്പീൽ പോകാൻ പറഞ്ഞു. അത് കണ്ട് പുറത്തേക്ക് ചോദിച്ചു പറയണത്, ഇവിടെ ഞാൻ അവർക്ക് അനുകൂലം വിധിച്ചാൽ എന്നെ നോട്ടുപുള്ളിയാക്കും മറ്റൊരു ഉയർന്ന സമുദായം, അതെനിക്ക് ക്ഷീണം ചെയ്യും. അതുകൊണ്ടാണ് പിന്നെ അപ്പീൽ കൊടുത്തപ്പോൾ ഏതെങ്കിലും സവർണൻ്റെ കോടി ചെല്ലുമ്പോൾ അവൻ അത് നീതി കൊടുത്തോളും. അങ്ങനത്തെ അന്തസ്സില്ലാത്ത മര്യാദ കേട്ട പറയൊന്നും മൊയ്തീൻ ഷാഹി ഗ്രൂപ്പ് ചെയ്യില്ല. മൊയ്തീൻ ഷാഹി ഗ്രൂപ്പും ആ സാമൂഹ്യ നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ സാമൂഹ്യ നീതി തന്നെയായിരിക്കും. അവിടെ ജാതിയോ മതമോ വർഗമോ ലിംഗമോ ഒന്നും വ്യത്യാസമല്ല, തുല്യ നീതി. അങ്ങനെ വരുമ്പോഴാണ് മുസ്ലിങ്ങളോട് വരുന്നത്. അല്ല, മുസ്ലിം വേണ്ടി പ്രത്യേകിച്ച് വർഗീയവാദിയോ തീവ്രവാദിയോ ഭീകരവാദിയോ രാജ്യദ്രോഹിയോ ഒന്നല്ല. അങ്ങനെ ആകാൻ പറ്റേയില്ല. റോസാക്കിലും പൂന്നുള്ളിയാൽ ആത്മാവ് വേദനിക്കും എന്ന് ഗാന്ധിവധം കഥെടുത്താൽ മറ്റൊരാളെ കുറിച്ച് മോശമായി ചിന്തിക്കുന്നത് പാവമാണെന്ന് പറയുന്ന തത്വസംഹിതയിൽ വിശ്വസിക്കുന്ന മൊയ്തീൻ ഷാ ഒരിക്കലും അങ്ങ് സങ്കുചിതമായി ചിന്തിക്കില്ല. പക്ഷേ നീതി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും നീതി വേണം. അങ്ങനെ 20% വരുന്ന കഴിവേറെ മക്കളെ ഞാൻ പറയും, നിങ്ങൾ എന്നെ തല്ലിക്കൊന്നു, ഈ കുഴപ്പമില്ല, എനിക്ക് ആരെയും പേടിയില്ല. 2 വർഗ്ഗം ചെയ്യപ്പെട്ടുള്ളൂ. ഒന്ന് എൻ്റെ ജനങ്ങൾ, മറ്റൊന്ന് ദൈവം. ബാക്കി ആരും എനിക്ക് പേടിയില്ല. അല്ല, ആവശ്യമില്ല. ഐ ആം 77, ആരും പഠിക്കാനാ. 20% ഈ കഴിവേറെ മക്കൾ, 20% മുസ്ലിങ്ങൾ, ഒരാൾ മുഖ്യമന്ത്രിയാക്കേണ്ട ഒരാൾ നേതാവിന് കൂടെ നടത്താൻ പാടില്ലായിരുന്നോ? നടത്തണോ? രാഹുൽ ഗാന്ധി നടക്കുന്നുണ്ട്. ഒരാളെങ്കിലും അതിൽ ഈ സമുദായത്തിൽപ്പെട്ട ഒരാൾ പേര് പേര് പറയുന്നുണ്ടോ? എത്രയോ ആൾക്കാരെ പരിശോധന പേര് തല്ലിക്കൊല്ലുന്നുണ്ട്. ഒരാളെങ്കിലും രാഹുലോ പ്രിയങ്ക അവിടെ പോകുന്നുണ്ടോ? നാളെ ദളിത് നേതാവിനെ ആരോ തല്ലിക്കൊന്നപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞെത്തി, എടോ ദളിത് 20% ഇന്ത്യൻ ജനസംഖ്യയിൽ 22, ഇപ്പോൾ 20 അതിൽ താഴെ. പക്ഷേ ഈ സമുദായം 20% നിങ്ങൾ 2% നിങ്ങൾ ആകെ ഉള്ളത്. ആ 2% ഇപ്പോൾ ക്രിസ്ത്യൻ പാരമ്പര്യം ഇല്ലാതെ രാഹുൽ ഗാന്ധി എന്ത് പറയാൻ പറ്റും? എന്ത് പാരമ്പര്യം? അച്ഛൻ്റെ പാരമ്പര്യം, അമ്മയുടെ പാരമ്പര്യം, അതാണ് പാരമ്പര്യം നോക്കി, ഹെറിഡിറ്റി നോക്കുക. അതാണ് അച്ഛൻ്റെ പാരമ്പര്യത്തിൽ നിങ്ങൾ ആരാണ്? രാജീവ് ഗാന്ധിയുടെ മകൻ. രാജീവ് ഗാന്ധി അച്ഛനാണ് ഫിറോസ് ഗാന്ധി. ഒന്നാമത് പാർസിയാണ്, ഹിന്ദുവല്ല, മുസ്ലിമും അല്ല. ഇവിടെ ഫിറോസ് ഗാന്ധി മുസ്ലിമാ തെറ്റിരിക്കും, മുസ്ലിമുമല്ല, പാർസിയാണ്. മറ്റ് അമ്മയുടെ പാരമ്പര്യത്തെ ഇറ്റലിയിൽ നിന്ന് ഒരു കത്തോലിക്ക സ്ത്രീ, അവർക്ക് എന്ത് ഹിന്ദുവായിട്ട് പാരമ്പര്യമുണ്ട്? ഇപ്പം നിങ്ങളെന്ത് ഹിന്ദുവായിട്ട് ഇങ്ങനെ, നിങ്ങൾ കത്തോലിക്കായിട്ട് തന്നെയാണ് ജനങ്ങൾ കാണുന്നുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. അതാണ് നിങ്ങൾക്ക് പറ്റിയ അപകടം. മനസ്സിലായില്ലേ? ഇപ്പോൾ വധേരെ കൊണ്ടാക്കണം. വധേര കാര്യമല്ല, എത്രായിരം കോടി രൂപയുടെ അഴിമതിയാണ് വധേര പെട്ടറിയോ? ആ വധേര കയ്യിലേക്ക് അധികാരം കൊടുത്ത് രാഹുൽ ഗാന്ധി മാറ്റി നിർത്താനാണ് പരിപാടി. ഏതാനും ദിവസങ്ങളിൽ ഇന്ത്യയിൽ പലതും നടക്കും, അത് കാണാം നമുക്ക്. അപ്പോൾ വധേരയും പ്രിയങ്കയും സോണിയയും ഇപ്പോൾ ഒരു കൈയാണ്, രാഹുലിനെ ഒന്ന് മാറ്റി നിർത്തിയാൽ കൊള്ളാറുണ്ട്. അങ്ങനെ മാറ്റി നിർത്തിയിട്ട് രാഹുൽ പക്ക ഡീസലാണ്. യാതൊരു കുഴപ്പമില്ല, യാതൊരു അപകടമില്ല, നേരിട്ട് ഒരു അഴിമതിയില്ല, ഒരു കുഴപ്പമില്ല. പക്ഷെ തന്ത്രപരമായി ഇയാളുടെ രാഷ്ട്രീയ പാകതയില്ല. ഇവിടെ ശുദ്ധഗതി മാത്രം പോലൊക്കെ ഇന്ത്യൻ രാഷ്ട്രത്തിൽ അടിയൊഴുക്ക് വേണം, അറിവ് മാത്രം പോലെ തിരിച്ചറിവ് വേണം. അതില്ല. രാഷ്ട്രീയത്തിൽ പകതി വേണം, അടിയൊഴുക്കറിയണം, അതറിയാം. ശത്രുവിന് മിത്ത് അറിയണം. ശത്രു മിത്ത് അറിയാൻ പുള്ളിക്ക് അറിയില്ല. ആരോ ഉപദേശിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ പുള്ളി പറയുന്നല്ല. പുള്ളി സ്വന്തമായിട്ട് ഒരു പഠനോ അല്ലെങ്കിൽ ഒരു ഫിലോസഫിയോ അങ്ങനെയൊന്നും ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഡൽഹിയിൽ ഈ 2 പേര് പരസ്പരം മത്സരിച്ചു കഴിഞ്ഞാൽ അവിടെ ഗുണം ആർക്കെന്ന് അറിയാൻ പറ്റാത്ത ഗുണമോ അതപ്പോൾ മണ്ടൻ തോന്നുന്നു. അല്ലെങ്കിൽ കോടികൾ വാങ്ങിയിട്ട് മറ്റേത് അവർ കൂട്ടുന്നു. ഇനി ബീഹാറിൽ ഇത്രയും സങ്കീർണമാണ്, എല്ലാവർക്കും അറിയാം. സംഘപരിവാർ അത്ര കണ്ട് എല്ലാ നിലക്കും എത്തി, എല്ലാ നിലക്കും A to Z. എന്നിട്ട് ചോദിച്ചപ്പോൾ പരസ്പരം നിൽക്കാൻ പറ്റുമോ? അപ്പോൾ ഇവരൊക്കെ കഴിവേറെ മക്കളെ പറഞ്ഞ നെറികെട്ടെന്ന് കൂടി പറയണ്ടേ, എങ്കിലും പരിചയം ശരിയാവുള്ളൂ. അത് ഭാഷ സംസാരിക്കാൻ പാടില്ല, ലോകം മുഴുവൻ പോകുന്നെങ്കിൽ വികാരം പറയാണ്. പരസ്പരം മത്സരിച്ചാൽ ജയിക്കില്ല എന്ന് ഒരുമിച്ച് പോലും ജയിക്കാൻ സാധ്യമില്ലാത്തപ്പോൾ പരസ്പരം മത്സരിച്ചു. 12 സ്ഥലത്ത് പരസ്പരം മത്സരിച്ച് 9 സീറ്റ് BJP കിട്ടി. അപ്പോൾ OWC വന്ന് അവിടെ മത്സരിച്ചു. OWCക്ക് എന്തെങ്കിലും ചാൻസ് കൊടുത്ത്, കള്ളനാണെങ്കിൽ കള്ള പോട്ടെ, അവർ 6 സീറ്റിൽ വെച്ചു, 6 സീറ്റ് കൊടുത്ത് അവന് മാറ്റി നിർത്തിയാൽ പോരെ, ശല്യത്തൊന്നുമില്ലേ? അതുപോലെ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാൻ പറ്റില്ലാത്ത ഈ രാഹുൽ എങ്ങനെ BJPയിൽ നിന്ന് അല്ലെങ്കിൽ സംഘപരിവാർ അല്ലെങ്കിൽ സവർണ ഫാസിൽ നിന്ന് ഈ ഇന്ത്യയെ രക്ഷിക്കും? ഒരിക്കലും രക്ഷിക്കില്ല.
അതുകൊണ്ട് ഞങ്ങൾ ഇന്നലെ പറഞ്ഞത് ഈ കോൺഗ്രസ് പിരിച്ചുവിട്ടിട്ട് BJP ഒഴിച്ചുള്ള ബാക്കി എല്ലാ പ്രസ്ഥാനങ്ങളും ഒരുമിച്ച് നിർത്തിയിട്ട് അതിൽ ഒരു നേതാവ് വഹിക്കുക, ആ നേതാവ് ഒരു സ്ഥാനം വഹിക്കാതിരിക്കുക. അത് എൻ്റെ ഭാഷയല്ല, ശ്രീമൻ ജയപ്രകാശ് നാരായണജി അനുഭവത്തിൽ കൂടി പ്രാക്ടിക്കലായി തെളിയിച്ചായി പറഞ്ഞത്. അല്ല ഞാനോ എൻ്റെ ഗ്രൂപ്പ് പറയുന്നതല്ല. ജയപ്രകാശ് നാരായണജി എന്ന് പറഞ്ഞ വലിയ മനുഷ്യൻ അവസാന നിമിഷം അല്പം RS ചായ്വൊക്കെ വന്ന അത് കാലം മാറിയപ്പോൾ ചെയ്യേണ്ടി വരും, പറഞ്ഞ കുറ്റമല്ല. ആ മനുഷ്യൻ ചെയ്ത കാര്യമാണ്, തെളിയിച്ച ജീവിതത്തിൽ കൂടി തെളിയിച്ച കാര്യമാണ്. അല്ല മൊയ്തീൻ ഷായുടെ ഗ്രൂപ്പും ഒന്നും പറയുന്നില്ല. എന്താണ് ആ മനുഷ്യൻ പറഞ്ഞത്? 2 പോയിന്റ് പറഞ്ഞു. അത് എത്ര നിർണായകമാണ്, എത്ര വാല്യുബിളാണത്, എത്ര വിലയുള്ളതാണോ, എത്ര ഫിലോസഫിക്കലാണ്, എത്ര മനഃശാസ്ത്രപരമാണ്. ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത ഈ ഗാർഗിയും ഗൂർഗയും ഈ രാഹുലും കത്തോലിക്ക കോൺഗ്രസും കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് അദ്ദേഹം പറഞ്ഞ പോയിന്റ്. എന്താണ്? ഞാൻ ഒരു സ്ഥാനവും വഹിക്കില്ല. അദ്ദേഹം വഹിച്ചില്ല. ഈ പാർട്ടിയിൽ കോൺഗ്രസ് ഒഴിച്ചു ബാക്കി എല്ലാവരും ഉണ്ടാവും ഈ പ്രസ്ഥാനത്തിൽ. പാർട്ടിയല്ല, ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കിയാണ് ഇതുണ്ടാവും. ഈ 2 പോയിന്റ് നിങ്ങൾക്ക് കടമെടുക്കാൻ അത് കഴിവില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ഇന്ത്യയിൽ പ്രതിപക്ഷ നേതാവും ഇന്ത്യയെ നയിക്കും? ദാരിദ്ര്യം ഞാൻ പറയാം, അന്ധമായ BJP വിരോധം, അന്ധമായ RS വിരോധം ഞങ്ങൾക്കില്ല. ഞങ്ങളിങ്ങനെ ആരും വ്യക്തികളായിട്ട് ആരും വിരോധമില്ല. പ്രശ്നാധിഷ്ഠിതമാണ് ഞങ്ങളുടെ വിരോധം അല്ലെങ്കിൽ എതിർപ്പ്. ഒരിക്കലും പാർട്ടി ജാതി നോക്കി ഞങ്ങൾ എതിർക്കില്ല. മറ്റുള്ളവർ പോലെ ഞാൻ പറയാം, കേരളത്തിൽ ഒന്നുകിൽ RS വിരോധം അല്ലെങ്കിൽ ലീഗ് വിരോധം, ഇതുമാണ് പല പാർട്ടിയും രൂപീകരണം. ഞങ്ങൾക്കതല്ല, അന്ധമായ RS വിരോധം, അന്ധമായ ലീഗ് സ്നേഹവും ഇല്ല. പ്രശ്നാധിഷ്ഠിതമാണ്. ഒരു പ്രശ്നം എടുത്ത് അതിലെങ്ങനെയാണ്, നീതി ഉണ്ടോ ഇല്ലയോ, അതൊക്കെ അത് ഞങ്ങൾ നീതിക്ക് വേണ്ടി പ്രവൃത്തി പ്രസ്ഥാനമായതുകൊണ്ടാണ്. അറിയാമല്ലോ നിങ്ങൾക്ക്, സാധിച്ചു നിങ്ങൾക്ക്. ആ 2 പോയിന്റ് പറ്റുമോ? അപ്പം അവരെ തൊടൂല, ഇവരെ തൊടൂല, തൊട്ടേ തൊടൂല. അങ്ങനെയൊക്കെ പണ്ടേ ദുർബല പിന്നെ കേൾക്കുന്നത്. അങ്ങനെയൊക്കെ നടക്കണമെങ്കിൽ നിങ്ങൾ ശക്തി. ഇത് എന്തൊക്കെ പറഞ്ഞു അമിത്ഷാക്ക് സംഘപരിവാർ എന്നുള്ള ശക്തമായൊരു പ്രസ്ഥാനത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടേ. അപ്പോൾ അമിത്ഷാ ജാതിയോടെ വിഷയമല്ല. അതുപോലെ നിങ്ങൾക്ക് ശക്തമായ ഒരു ഗ്യാങ്, ഒരു ജനപിന്തുണയുണ്ടെങ്കിൽ നിങ്ങൾ ക്രിസ്ത്യാനിയോ പിന്നെ കൊലയോ ആരും ആകട്ടെ വിഷയമല്ല. അത് സ്വന്തമായിട്ടില്ല നിങ്ങൾക്ക്. കോൺഗ്രസ് ഇല്ല. കോൺഗ്രസ് അങ്ങനെ ചെയ്തിട്ടില്ല. അങ്ങനെ സ്വാതന്ത്ര്യ സമരത്ത് ചെയ്ത് എടോ രാഹുലെ, എടോ ഗാർഗെ, എടോ കൂർഗെ, നിങ്ങൾ മനസ്സിലാക്കുന്നത് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പ്രവർത്തിച്ചപ്പോഴേ അതിൽ ബഹുഭൂരിപക്ഷം മുസ്ലിം നേതാക്കളും മുസ്ലിം പ്രവർത്തകരായിരുന്നു. 36,000 പേര് അംഗീകൃതമായ പ്രവർത്തിച്ച് മരിച്ച ലിസ്റ്റ് ഡൽഹിയിൽ ഗേറ്റിലുണ്ട്. അല്ലാതെ എത്ര പേര് മരിച്ചിട്ടുണ്ട്? അതിൽ എത്ര നേതാക്കളുണ്ടായിരുന്നു? ഇത് നിങ്ങൾ 20% മുസ്ലിമിൽ നിന്ന് ഒരു നേതാവ് നിങ്ങൾ കൊണ്ടുനടക്കുന്നുണ്ടോ, പറയുന്നുണ്ടോ, നിങ്ങൾ എടുക്കുന്നുണ്ടോ? കേരളത്തിലും ബാധകമാണ്. അവിടെ ബീഹാറിന്റെ അവസ്ഥ വെച്ച് നോക്കിയാൽ കേരളത്തിലും കോൺഗ്രസ് ഇതുപോലെ പോകാനില്ലോ, തോൽപ്പിച്ച് കയ്യിൽ കൊടുക്കും. എന്തൊക്കെയാണെന്നറിയോ? ഞാൻ ലീഗ് അനുഭാവിക്കുന്നില്ല, ലീഗ് വിരോധിയല്ല, ന്യൂനപക്ഷ പാർട്ടിയാണ്. പക്ഷെ ലീഗ് അനുഭാവിക്കുന്നില്ല. ഇതേ പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം, ആലപ്പുഴ 4 ജില്ലകളിൽ മുസ്ലിം ലീഗിന് സ്ഥാനം കൊടുത്തല്ല, മത്സരിക്കാൻ കൊടുത്തിട്ടില്ല. അവിടെ ഒരു ഒറ്റക്ക് മത്സരിക്കാൻ പോകണം. അവിടേക്കാണ് സംഗതി. അങ്ങനെ ചെയ്തതിൽ പിന്നെ രക്ഷയുണ്ടോ? അപ്പോൾ ഒരു സീറ്റ് 1 കോടിക്കായിട്ട് കൊടുത്തു പറഞ്ഞിട്ട് ഇവർക്ക് എന്ത് കോൺഗ്രസ് നേതാക്കളാണ് ഇത്രയും വീണ് അതായത് 2 കാലിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ വടി ഊന്നി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരളത്തിലും ഇന്ത്യയിലും. നിങ്ങൾ പറയും പോലെയൊന്നും മാർക്സിസ്റ്റ് പാർട്ടി അനുയായികളും അണിയൊന്നും പോയിട്ടൊന്നുമില്ല. ഞാൻ വോട്ടേൺ പാറ്റേൺ പറഞ്ഞു, അത് ഇനി പറഞ്ഞിരിക്കാനില്ല. എന്നിട്ടും ഒരു ധാരണയെത്തി മത്സരിക്കാൻ പറ്റില്ല. ഇപ്പോഴും എന്തോ തളിയിൽ കിട്ടുന്ന പ്രതീക്ഷയാണ്. അത് അന്ധമാണ്. കോൺഗ്രസ് പ്രസിഡന്റ് സംബന്ധിച്ച്, ജില്ലാ പ്രസിഡന്റ് സംബന്ധിച്ച് വലിയ പരാതിയില്ലാത്ത ഒരാളാണ്. അപ്പോൾ അദ്ദേഹം പരാതിയില്ലാത്ത ആളായതുകൊണ്ട് അയാളെ ഒതുക്കാൻ വേണ്ടി അത് ചിലർ പറയുന്നത്. എന്തോ ആയാലും ഒതുക്കാനാണെങ്കിലും അല്ലെങ്കിലും ഒരു പരാതി വരരുത്. നിങ്ങൾ എന്ത് തെറ്റ് ചെയ്തോ, നിങ്ങൾ എന്ത് നെറുകേട് ചെയ്തോ, തെറ്റ് ചെയ്തോ, വൃത്തികേട് ചെയ്തോ, പക്ഷെ പരാതിയായിട്ട് ഒരാൾ വരരുത്. അത് ചില ബുദ്ധിമാന്മാർ വന്നു. ഇപ്പോൾ ആലുവയിലുണ്ട്, ആലുവ മക്കാളുള്ള ഫാമിലി, മാനാട്സ് ഫാമിലി. അപ്പോൾ പറയുന്നറിയോ, തല്ല് കൊണ്ടുകൊണ്ട് ഇങ്ങോട്ട് വരരുത്, ഞങ്ങൾ സഹായിക്കില്ല, നിങ്ങൾ തല്ലിക്കൊണ്ട് പോവാ, ഞങ്ങൾ സംരക്ഷിച്ചോളാം എന്ന് പറഞ്ഞാലേ പരാതി വരരുത്. നിങ്ങൾ മുക്താറിനോ ഏത് കോപ്പയും കൊടുത്തോ ഒരു കുഴപ്പമില്ല. പക്ഷേ അതിൻ്റെ പേരിൽ മറ്റുള്ള പരാതി പറയരുത്. പരാതി പറഞ്ഞ് നടക്കാതെ ഇനി ചിന്നാൽ തന്നെ ജയിക്കുമോ? പണ്ടേ ദുർബല പിന്നെ പിന്നാലെ ആദ്യം പറഞ്ഞു. അതുപോലെ കോൺഗ്രസ് വീക്കാണ്.
ഇനി 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 ഇത് തർക്കമൊക്കെ തീർത്താൽ തന്നെ ആ വൈരാഗ്യം ഉണ്ടാവില്ലേ? ഇതാണ് കോൺഗ്രസ് കുഴപ്പം. 2-3 ഗ്രൂപ്പ് ഉണ്ടാക്കി അവരെല്ലാം ആശ കൊടുത്തിട്ട് അവസാനം ഒരാൾ കൊടുക്കും, മറ്റും കാലുവാഴും. ഒരിക്കലും രക്ഷപ്പെടില്ല. ഇപ്പൊ വേറെ കാര്യം, അവസാനം മുഖ്യമന്ത്രിയായിട്ട് നമ്മുടെ ആന്റണിയെ ആക്കാം എന്നൊക്കെ ഒരു ചിന്ത വരുന്നുണ്ട്. കോൺഗ്രസിന്റെ പതനം എവിടെ എത്തിയിരിക്കണം? അതാണ്. പക്ഷേ നീക്കുപോക്ക് സ്ഥാനാർത്ഥി അല്ലെങ്കിൽ സമന്വയ സ്ഥാനാർത്ഥി നിലയിൽ വരാൻ പോകുന്നു. പണ്ട് നരസിംഹറാവുനും പ്രധാനമന്ത്രികള് നരസിംഹറാവുനും പ്രധാനമന്ത്രിയൊക്കെ കോൺഗ്രസ് തീർന്നില്ലേ? ഇനിയിപ്പോൾ അധികാരം കിട്ടി ഏക്കാണിയെ മുഖ്യമന്ത്രിയായിട്ട് വയ്ക്കുകയാണെങ്കിൽ തന്നെ അതോട് പിന്നെ തീർന്ന്. മുഖ്യമന്ത്രി അൺഫിറ്റാണെന്ന് ആന്റണി അൺഫിറ്റാണ് തെളിയിച്ച കേസാണ്. ആന്റണി എന്താ ചെയ്ത്? ആന്റണിയുടെ ആന്റണി നേരിട്ട് കൈക്കൂലി നേരിട്ടില്ല. ആന്റണിയുടെ 2 ആമ്പിള്ളേരുണ്ട്, അവർ സിനിമ പിടിച്ച്, ഇംഗ്ലീഷ് സിനിമ ഇവിടുത്തെ പോലെ 5-10 കോടിയുടെ അല്ല, അതിന് 1000 കോടി രൂപ വേണം. ഈ കോടി രൂപ കിട്ടി. അത് രാജേഷ് ഷൗപ്പായിരുന്നപ്പോഴേ 10% എല്ലാത്തിനും കമ്മീഷൻ ഉണ്ടല്ലോ. അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് അതൊക്കെ പറയുന്നത്. തെളിവെല്ലാം എനിക്കതില്ല, റൂമർ മാത്രമാണ് പറയില്ല. അങ്ങനെ ആ കേസൊക്കെ CBIയുടെ കയ്യിലുണ്ടായത്, ഇന്ത്യ ഭരിക്കുന്ന കക്ഷിയിൽ. ഇതിനു മുൻപ് കോൺഗ്രസിൻ്റെ അതിൽ രഹസ്യാന്വേഷണം ഉണ്ടായിരുന്നു. ഇപ്പോൾ RSS ഇപ്പോൾ അവരെ കയ്യിലുണ്ട്. ഇനി നാളെ കമ്മ്യൂണിസ്റ്റ് അവരെ ഭരിക്കുന്ന കക്ഷിക്ക് രഹസ്യാന്വേഷണം അവരനുസരിച്ച് പോകും. ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസ് ഭരിക്കും, കോൺഗ്രസ് പ്രാധാന്യം കൊടുക്കും, കമ്മ്യൂണിസ്റ്റ് കൊടുക്കും, RSS ഭരിക്കും, RSS കൊടുക്കും. അത് അസൂയപ്പെട്ട കുറ്റപ്പെടുത്താരുണ്ടോ? കുറ്റം പറയും. അങ്ങനെ നിൽക്കുമ്പോൾ സ്വന്തം മകൻ എന്ത് ചെയ്ത്? ജാമ്യമായിട്ട് കൊടുത്തു. പൈസ എന്നെ എന്തിനാ? അതുകൊണ്ട് മകന് ജാമ്യം. അങ്ങനെയൊക്കെ വന്നാണ് കൃപാസത്തിൽ പോയി പ്രസംഗിച്ചൊക്കെ ആ തള്ള. എന്നിട്ട് ഇപ്പോൾ എവിടെയാണോ മോനെവിടെ? എന്ത് മന്ത്രിയായി? ഇപ്പോൾ പ്രധാനമന്ത്രിയായോ അല്ലെങ്കിൽ പ്രസിഡന്റായോ? അന്ന് എന്താ പ്രഖ്യാപിച്ചു? കൃപാസത്തിൽ ചെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അമ്മ എന്നോട് എല്ലാം പ്രാർത്ഥിച്ച് നിങ്ങൾ പൊയ്ക്കുമെന്ന് പറഞ്ഞത്. ഇപ്പോൾ പ്രധാനമന്ത്രിയായി അവസാനം. വേഷം കെട്ടു, അഭ്യാസം മാറ്റിവെച്ച്, തെറ്റ് മനസ്സിലാക്കി, എനിക്കുള്ള കഴിവിടാന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ കോൺഗ്രസ് നല്ലത്. ഇല്ലെങ്കിൽ കോൺഗ്രസ് പാഠം പഠിപ്പിക്കും. അക്കാര്യം സംശയമൊന്നുമില്ല. തുല്യ നീതി വേണം. ഇപ്പോൾ 4 ജില്ലയിൽ മുസ്ലിം ലീഗ് കൊടുക്കാൻ ഞങ്ങൾക്ക് പരാതിയൊന്നുമില്ല. പക്ഷേ മുസ്ലിം ലീഗ് കൂടുതൽ കൊടുക്കുന്ന പരാതിയുള്ളൂ. കൂടുതൽ കൊടുത്താൽ ഞങ്ങളൊന്നുമില്ല. എങ്കിലും 4 ജില്ലയിൽ കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മറ്റാരെയും കൊടുത്തോളൂ. ഞങ്ങൾ ലിസ്റ്റ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ആ ലിസ്റ്റ് ചെക്ക് ചെയ്യുമ്പോൾ ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ട് എല്ലാവർക്കും സ്ഥാനമാനം കൊടുത്തില്ലെങ്കിൽ കളി ഇവിടെ നിൽക്കില്ല. ബീഹാറായിട്ട് കേരളം വരും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു സമയം വൈകൂടി ഞാൻ നിന്റെ വാക്ക് നിർത്താം. ഞാൻ പറയുന്ന വാക്ക് കുറച്ച് കടന്നു പോകുന്ന എനിക്കറിയാം. ഇതൊക്കെ എങ്ങനെ പറയാതിരിക്കും? പഠിക്കുന്ന കുട്ടി അധ്യാപകൻ തല്ലും. അതിനകത്തൊന്നും അധ്യാപകന് കുട്ടിയോട് സ്നേഹമില്ലെന്നല്ല, കുട്ടി നന്നാകാൻ വേണ്ടിയാ. ഒരു കോൺഗ്രസ് നന്നാകാൻ വേണ്ടിയാ. ഇനി ഇത്രയും കാലം മാറിയിട്ട് ഇനി അന്തോണിയാണ് നിങ്ങൾ മുഖ്യമന്ത്രിയായി കാണുന്നെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ത് പറയാൻ പറ്റും? ഈ 20, 30, 40, 50, 60 വർഷമൊക്കെ കൊടി പിടിച്ച് നടന്ന കുതിരാക്കി വിളിച്ച് ക്ഷയരോഗം വന്ന ആൾക്കാരുള്ള കോൺഗ്രസ് അണികൾക്ക് ഇനി ഒരു അവസരം കിട്ടുന്നില്ലെങ്കിൽ ഇപ്പം എന്ന് കിട്ടുള്ളൂ? ഓക്കെ ബാബു വന്നോടി, ഈ പുള്ളിക്കും ആഗ്രഹം ഉണ്ടാവും. അതാണ് ഇപ്പോൾ കേസ് പിൻവലിപ്പിച്ചത്. BJP RSSനെ കൊണ്ട് പറയുന്നു കേസ് പിൻവലിച്ചു. ഇന്നിപ്പോഴത്തെ DCC ഓഫീസിലെ ഫയൽ കണ്ടേ കുറച്ച് പഴയ ഫയൽ നോക്കാണ്ട് എനിക്ക് വ്യക്തിയായിട്ട് പുള്ളിയോട് ഒരു എതിർപ്പുമില്ല, ഞാനങ്ങ് അത്രയായിട്ട് കാണാൻ പരിചയമില്ല. പക്ഷേ ആഗ്രഹങ്ങൾ, നമ്മൾ 30 കൊല്ലം മത്സരിച്ച ഒരു സ്ത്രീ, അതുകൂടി പറയാം, സ്ത്രീ സ്വന്തമായിട്ട് സീറ്റ് കിട്ടാതെ പോലും സ്വന്തമായി മത്സരിക്കണം. അപ്പോൾ ഇവർക്ക് ജന്മന മത്സരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അധികാരത്തിന് വേണ്ടി നിൽക്കുന്ന വെള്ളിക്കാട്ടി ജനിച്ചവരാണോ? അതൊന്നും വേണ്ട. കാര്യങ്ങളായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഒക്കെ നിർത്താൻ നിൽക്കും. ഒരായി നിന്നും ജയിലില്ല.